ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എജു ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എജു ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വരാൻ പോകുന്ന LDC, LGS, CPO, WCPO എന്നിങ്ങനെയുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ടോപ്പിക് ആയിരുന്നു 150 ടോപ്പിക്സ്. ഇടയ്ക്ക് 4 ദിവസം ക്ലാസ് ഇല്ലായിരുന്നു. നിങ്ങൾക്ക് അറിയാമായിരുന്നു, കുറെ പേർക്ക് അറിയാം, ഭയങ്കര കഫക്കെട്ടായിരുന്നു പിള്ളേരെ. അപ്പൊ ഇത് ശബ്ദം എടുക്കുമ്പോൾ കഫ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ വന്ന് നിന്നിട്ട് ഭയങ്കര ചുമ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നിൽക്കും, കണ്ണും മിഴിഞ്ഞ് വല്ലാത്തൊരു അസുഖം. കുറേ നേരം ചുമച്ചത് വലിച്ചു തുപ്പിക്കളയണ വരെയുള്ള ഒരു പ്രയാസം. അത് നല്ല കഫക്കെട്ട് വന്നിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ക്ലാസ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് വീണ്ടും എടുക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സ്ട്രെയിൻ വരും. സോ ഞാൻ ഓർത്തു ബാക്കി മെറ്റീരിയൽ പ്രിപ്പറേഷനൊക്കെ നടത്താമല്ലോ, നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ് വരാനുള്ള അതിൻ്റെ ബാക്കിലിരുന്നുള്ള കുറേ വർക്കുണ്ടല്ലോ, അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ക്ലാസ്സുകളൊന്നും ഇല്ലായിരുന്നത്. അപ്പോൾ നമ്മൾ പുനരാരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് 5 ക്ലാസ്സും കിട്ടും കേട്ടോ. ഈ എന്തായാലും മാക്സിമം ക്ലാസ്സുകൾ തരാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ. കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ വാച്ച് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് 150 ടോപ്പിക്സിൽ പെട്ട ഒരു ടോപ്പിക്കാണ്. 150 ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ 150 ടോപ്പിക്സിൽ തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ചിലരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, മിസ് ഈ 150 ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും മാത്രം പഠിച്ചാൽ മതിയോ എന്ന്. ഞാൻ അതൊരിക്കലും പറയില്ല. ഞാൻ പറയുന്ന ഇതാണ്, 150 ടോപ്പിക്സ് മസ്റ്റായിട്ടും പഠിക്കണം. ഇതൊക്കെ സ്മാർട്ട് വർക്കാണ്. നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ 150 ടോപ്പിക്സ് നിങ്ങൾ ഡെയിലി പഠിച്ചു പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ് തരുന്നത് അത് പഠിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ലെറ്റ്യൂസ് എജു ടിപ്സിന്റെ യൂട്യൂബ് ക്ലാസ്സുകൾ ഫുൾ നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ സിലബസ് എടുത്ത് വെച്ചിട്ട് സിലബസ് വൈസ് ഉള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ നിങ്ങൾ SCERT പഠിക്കുക. ഇതിങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് ഉറപ്പാണ്. ഒരു 95 to 100 ഇത്രയും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഉറപ്പുള്ള കാര്യമാണ് വൃത്തിയായിട്ട് പഠിച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് വൈസ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നിലവിൽ LDCക്കും LGSനും ക്രാഷ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ ഇതിനകത്ത് ഫുൾ സിലബസ് വൈസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. SCERTയുടെ പ്രസക്ത ഭാഗങ്ങളിൽ ഞാൻ ഈ 150 ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ 150 ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ഇത്ര തരുന്നവ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു 70% മാർക്കിനുള്ള ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, അതിനോടൊപ്പം ഇപ്പം നിങ്ങൾക്കറിയാം കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണ്. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങൾ അത്രത്തോളം വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളും കയറിപ്പോളൂ. ഇപ്പോൾ സിലബസ് വൈസ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ LDCക്ക് ആണെങ്കിൽ LDC എൻക്വയറി എന്ന് ടൈപ്പ് ചെയ്യുക. LGSനാണെങ്കിൽ LGS എൻക്വയറി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട് 6238948911 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ 150 ടോപ്പിക്സിലെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഊർജവും അതിന്റെ പരിവർത്തനവുമാണ്. ഫിസിക്സിൽ നിന്നും ഉള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണ മിക്കവാറും എക്സാമിനേഷൻ നമുക്ക് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ഇനി വളരെ ശ്രദ്ധിക്കണം, ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഊർജ പരിവർത്തനം, അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെ വൈദ്യുതോർജത്തെ താപോർജമായിട്ടും പ്രകാശോർജവുമായിട്ടും മാറ്റുന്ന ഒരു വസ്തുവാണ് ഇത്, ഇലക്ട്രിക് ബൾബ് അല്ലെ. ഇലക്ട്രിക് ബൾബിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇലക്ട്രിക് ബൾബിനകത്ത് വൈദ്യുതി എന്ന് പറയുന്ന ഊർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്നു. നമ്മൾ സ്വിച്ച് ഇടുമ്പം ലൈറ്റ് വരുന്നു അല്ലെ, പ്രകാശോർജമാകുന്നു. അതിനെ പോയി പതുക്കെ ഒന്ന് പിടിച്ചു നോക്കി, അവിടെ എന്തുണ്ട്, താപവുമുണ്ട്, ചൂടുമുണ്ട്. അപ്പൊ ഇലക്ട്രിക് ബൾബിൽ ഉണ്ടാകുന്ന താപമാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താപമാറ്റമല്ല, ഊർജമാറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക് ബൾബ് അല്ലെങ്കിൽ വൈദ്യുത ബൾബിൽ ഉണ്ടാകുന്ന ഊർജമാറ്റമാണ്. വൈദ്യുതോർജത്തെ അത് പ്രകാശോർജവും അതുപോലെ തന്നെ താപോർജവുമാക്കി മാറ്റുന്നു. അടുത്തത് ഇലക്ട്രിക് ഫാൻ. നിങ്ങൾക്കറിയാം, സ്വിച്ച് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അത് കറങ്ങുവാണ്. അപ്പൊ അതിന്റെ യന്ത്രം യാന്ത്രികോർജമാണ് സംഭവിക്കുന്നത്. അപ്പൊ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നതാണ് ഇത്, ഫാൻ. അതുപോലെ തന്നെ തേപ്പ് പെട്ടി, സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ തേക്കുവാണ് ചെയ്യുന്നത് അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വൈദ്യുതോർജത്തെ എന്താക്കി മാറ്റുന്നു, താപോർജമാക്കി മാറ്റുന്നു. അപ്പൊ വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് അയൺ ബോക്സ്. അതുപോലെ തന്നെ ഇലക്ട്രിക് അവൻ, ഓവൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് കത്തുള്ളൂ. ഇലക്ട്രിക് അവൻ എന്താ സംഭവിക്കുന്നത്, വൈദ്യുതോർജത്തെ താപോർജമാക്കിയാണ് മാറ്റുന്നത്. ആ താപം കൊണ്ടാണ് ആഹാരം നമ്മൾ പാകം ചെയ്തെടുക്കുന്നത്. അപ്പൊ വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് ബെല്ല്, സ്വിച്ച് ഇടുമ്പം സൗണ്ട് കേൾക്കും. ഇങ്ങനെ ഓർത്തതി, സ്വിച്ച് ഇട്ടു സൗണ്ട് കേട്ടു. അപ്പൊ എന്താണ്, വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോർ, നിങ്ങളുടെ വീട്ടിൽ വെള്ളം നമ്മൾ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ കാണാം അല്ലെ, സ്വിച്ച് ഇടുന്നു വെള്ളം കയറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്നു. ഹീറ്റർ എന്താ ചെയ്യുന്നത്, വൈദ്യുതോർജത്തെ
താപോർജ്ജമാക്കി മാറ്റുന്നു. അപ്പൊ ഈ ഊർജ്ജ മാറ്റങ്ങൾ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. നെക്സ്റ്റ്, ടി വി അല്ലെങ്കിൽ ടെലിവിഷൻ. നമുക്കറിയാം ടെലിവിഷൻ നമ്മൾ സ്വിച്ച് ഇടുന്നു, സ്വിച്ച് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ആ വീഡിയോസ് അല്ലെങ്കിൽ പിക്ചർ കാണുന്നു, അതിനോടൊപ്പം ഒരു ലൈറ്റ് വരുന്നുണ്ടല്ലേ, അപ്പൊ പ്രകാശോർജ്ജം കിട്ടുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്, ശബ്ദോർജ്ജമുണ്ട്. ടി വി പോയി തൊട്ട് നോക്കിയാൽ ചൂടായിട്ടിരിക്കും, താപോർജ്ജമുണ്ട്. അപ്പൊ ടെലിവിഷൻ എന്താണ്, വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കിയും പ്രകാശോർജ്ജമാക്കിയും താപോർജ്ജമാക്കിയും മാറ്റപ്പെടുന്നുണ്ട്. അപ്പൊ വൈദ്യുതോർജ്ജം 3 രീതിയിലുള്ള ഊർജ്ജമായിട്ട് അവിടെ പരിവർത്തനം ചെയ്യപ്പെടുന്നു. അടുത്തത് ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കറിൽ നിങ്ങൾക്കറിയാം നമ്മൾ ശബ്ദം കൊടുക്കുന്നു അല്ലെ, അതാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്, വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. ഇപ്പൊ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നതാണ് ലൗഡ് സ്പീക്കർ. തിരിഞ്ഞു പോയി, മൈക്രോഫോണാണ് പെട്ടെന്ന് മനസ്സിൽ വന്നത് കേട്ടോ. അപ്പം ലൗഡ് സ്പീക്കർ ചെയ്യുന്നത് വൈദ്യുതോർജ്ജത്തെ എന്തായിട്ട് മാറ്റും, ശബ്ദോർജ്ജമാക്കിയിട്ടാണ് മാറ്റുന്നത്. ഇനി ലൗഡ് സ്പീക്കറിലൂടെ പറയുമ്പോൾ അങ്ങനെയല്ലേ, വൈദ്യുതോർജ്ജത്തെയാണ് അത് ശബ്ദോർജ്ജമാക്കി മാറ്റുന്നത്. മൈക്രോഫോൺ ആണ് നമ്മൾ സംസാരിക്കുന്നു, വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. അപ്പം മൈക്രോഫോണിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഇതൊക്കെ PSC മുൻവർഷങ്ങളിൽ ചോദിച്ചാണ്. ലൗഡ് സ്പീക്കർ മൈക്രോഫോൺ ഒക്കെ ഓർത്ത് വെക്കുക, അവ രണ്ടും തിരിയരുത്. ലൗഡ് സ്പീക്കർ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു, മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. നെക്സ്റ്റ്, ഡൈനാമോ. ഡൈനാമോ PSC ചോദിച്ചിട്ടുള്ളതാണ്. യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഡൈനാമോ. നെക്സ്റ്റ്, ജനറേറ്റർ. ജനറേറ്ററും സെയിം തന്നെയാണ്, യാന്ത്രികോർജ്ജത്തെയാണ് എന്ത് ചെയ്യുന്നത്, വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്. ബാറ്ററി PSC ചോദിച്ചിട്ടുണ്ട്. രാസോർജ്ജത്തെ എന്താക്കി മാറ്റും, വൈദ്യുതോർജ്ജമാക്കി മാറ്റും. ഓർത്ത് വെക്കുക, ബാറ്ററിയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞാൽ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു, ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു, ഡൈനാമോ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇനി മെഴുകുതിരി കത്തുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാന്ന് ചോദിച്ചാൽ, മെഴുകുതിരി കത്തുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് രാസോർജ്ജത്തെ അത് എന്തായിട്ട് മാറ്റുന്നു, താപോർജ്ജവും പ്രകാശോർജ്ജവുമാക്കി മാറ്റുന്നു. രാസോർജ്ജത്തെ താപോർജ്ജവും പ്രകാശോർജ്ജവുമാക്കി മാറ്റുകയാണ് മെഴുകുതിരി കത്തുമ്പോൾ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം. അതുപോലെ ഗ്യാസ് സ്റ്റൗ കത്തിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം എന്ന് പറഞ്ഞാൽ രാസോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു, താപോർജ്ജവും പ്രകാശോർജ്ജവും. നമുക്കറിയാം ഗ്യാസ് കത്തിക്കുമ്പോൾ എന്ത് വരും, താപവും കിട്ടുന്നുണ്ട്, പ്രകാശവും കിട്ടുന്നുണ്ട്. അതുപോലെ പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്നത് പ്രകാശോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു, രാസോർജ്ജമാക്കി മാറ്റുന്നു. നെക്സ്റ്റ്, ആവിയന്ത്രം അല്ലെ, ആവിയന്ത്രത്തിൽ സംഭവിക്കുന്നത് എന്താണ്, താപോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. അപ്പൊ ഇത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്, ഊർജ പരിവർത്തനം എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, സിലബസിലുള്ളതാണ്, പഠിക്കണം. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചതിന് സാധാരണ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുള്ളതാണ്. ഡൈനാമോയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ചോദിച്ചിട്ടുണ്ട്, മൈക്രോഫോണിന്റെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, ലൗഡ് സ്പീക്കറിലെ ഊർജ്ജ പരിവർത്തനം കണ്ടിട്ടുണ്ട്, ബാറ്ററിയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ചോദിച്ചിട്ടുണ്ട്, പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സാധാരണ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഊർജ്ജ പരിവർത്തനങ്ങളാണ്. ഇന്ന് ഇത്രയും തന്നെ ഈ ഊർജ്ജ പരിവർത്തനങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നതെന്നും ക്ലാസ്സിന്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നതിലും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുകയും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും സ്ഥിരമായിട്ട് വ്യൂ ചെയ്യാനൊക്കെ പറയുകയും ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ എന്നെയും തിരിച്ച് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ് 12 o'clock മസ്റ്റായിട്ട് കാണുക. അപ്പം നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്